ഒന്നും പ്രാവർത്തികമാക്കാതെ പരാജയപ്പെടുന്ന വിധിയിലല്ല, ഒരുപാട് പരിശ്രമിച്ചു നോക്കിയിട്ടും പരാജയപ്പെടുന്ന വിധിയിലാണ് വിശ്വസിക്കേണ്ടത്. തങ്ങളുടെ പക്കലുള്ളതിനെ വിലമതിക്കാൻ പരാജയപ്പെടുന്നവർക്ക് ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം ലഭിക്കില്ല. സമാധാനം നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. അത് നിങ്ങൾ മറ്റെവിടെയും തേടി അലയുന്നതിൽ അർത്ഥമില്ല. സന്തോഷം നിങ്ങളുടെ പക്കൽ ഉള്ളതിനെയോ നിങ്ങൾ ആരാണ് എന്നതിനെയോ ആശ്രയിച്ചല്ല, നിങ്ങൾ ചിന്തിക്കുന്നതിനെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. നിന്റെ ഏറ്റവും വലിയ ശത്രുവിനേക്കാൾ നിന്നെ ഉപദ്രവിക്കാൻ സാധിക്കുന്നത് നിന്റെ ചിന്തകൾക്കാണ്. വെറുപ്പിനെ വെറുപ്പുകൊണ്ട് നശിപ്പിക്കാൻ സാധിക്കുകയില്ല. വെറുപ്പിനെ സ്നേഹം കൊണ്ട് മാത്രമേ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് ആത്യന്തികമായ ജീവിത നിയമം. ലഭിച്ചതിൽ നന്ദിയുള്ളവരായിരിക്കുക. ശത്രുത വെച്ചു പുലർത്തരുത്. മറ്റുള്ളവരോട് ശത്രുതയുള്ളവൻ ഒരിക്കലും തൻ്റെ മനസ്സിൽ സമാധാനം കണ്ടെത്തില്ല. സ്വയം കീഴടക്കിയവൻ 1000 തവണ 1000 പേരെ തോൽപ്പിച്ചവനേക്കാൾ വലിയ വീരനാണ്. പരിഗണിക്കുക എന്നാൽ ഹൃദയത്തിൽ ഒരിടം നൽകുക എന്നാണ് അർത്ഥം. ഒരാൾക്ക് ഈ ലോകത്ത് വെച്ച് നൽകാവുന്നതിൽ ഏറ്റവും മൂല്യമേറിയ സമ്മാനങ്ങളിൽ ഒന്നാണത്. മനുഷ്യനാവുക എന്നാൽ ബോധപൂർവം സ്വയം രൂപപ്പെടുത്തി എടുക്കുവാനുള്ള സാധ്യത ഉണ്ടാവുക എന്നാണ്. നിങ്ങൾ സംസാരിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ വാക്കുകൾ 3 വാതിലുകളിലൂടെ കടന്നു പോകട്ടെ. ഇത് സത്യമാണോ? ഇത് ആവശ്യമാണോ? ഇത് ദയാപൂർവമാണോ? 1000 തിരികൾക്ക് വെളിച്ചം പകർന്നു കൊടുത്തതുകൊണ്ട് ഒരു മെഴുകുതിരിയുടെ ആയുസ് കുറയുന്നില്ല. പങ്കുവയ്ക്കപ്പെടുന്ന സന്തോഷവും അതുപോലെയാണ്. നന്നായി കുരയ്ക്കുന്ന ഒരു നായ നല്ല നായ ആയിരിക്കില്ല. നന്നായി സംസാരിക്കുന്ന ഒരുവൻ നല്ല മനുഷ്യൻ ആയിരിക്കണമെന്നില്ല. നിറയാത്തതെന്തും ശബ്ദമുണ്ടാക്കുന്നു, നിറഞ്ഞിരിക്കുന്നതെന്തും നിശബ്ദമാണ്. യഥാർത്ഥ സമ്പന്നൻ കൈ നിറയെ പണമുള്ളവനല്ല, മനസ്സു നിറയെ സമാധാനമുള്ളവനാണ്. ഇന്നലകളെ ഓർത്തുകൊണ്ട് ജീവിക്കരുത്. നാളെയെക്കുറിച്ച് സ്വപ്നം കാണുകയും അരുത്. ഇന്നിൽ മാത്രം നിങ്ങളുടെ സർവ്വശ്രദ്ധയും കേന്ദ്രീകരിക്കുക. സ്നേഹിക്കുക എന്നാൽ നിങ്ങളുടെ ഹൃദയത്തെ ദുർവിനിയോഗം ചെയ്യാൻ ആരെയും അനുവദിക്കാതിരിക്കുക. മറ്റൊരാളുടെ വിജയം നോക്കി നിന്ന് സ്വയം വിജയിക്കാൻ മറന്നു പോകരുത്. ജീവിതത്തിൽ തകർച്ചകൾ എന്തെന്ന് അറിഞ്ഞവന് മാത്രമേ ഉയർച്ച എന്തെന്ന് അറിയാൻ കഴിയൂ. ഒരു മനുഷ്യന് 3 ഭാഷകൾ ഉണ്ടായിരിക്കണം. ഒന്ന് അയാൾക്ക് അടുപ്പമുള്ളവരോട് സംസാരിക്കുന്നത്, മറ്റൊന്ന് അപരിചിതരോട് സംസാരിക്കുന്നത്, മൂന്നാമത് സ്വയം സംസാരിക്കുന്നത്. ജീവിതത്തിൽ സംഭവിച്ചതിൽ ഒരിക്കലും പശ്ചാത്തപിക്കരുത്. അത് മാറ്റാനോ പഴയപടിയാക്കാനോ മറക്കാനോ കഴിയില്ല. അതുകൊണ്ട് അതൊരു പാഠമായി എടുത്ത് മുന്നോട്ട് പോവുക.